ശ്രീമതി ഷീല എബ്രഹാമിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാടൻപാട്ടിൻ്റെ രാജകുമാരി എന്നറിയപ്പെടുന്ന പ്രസീത ചാലക്കുടിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അധ്യക്ഷത വഹിക്കുന്നത് വയലാർ സാംസ്കാരികോത്സവത്തിൻ്റെ ചെയർമാൻ കൂടിയായ ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണനാണ്. ഇവിടെ എത്തിയ എല്ലാ മഹത്വ്യക്തികളെയും ആദരപൂർവ്വം ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഈ വേദിയിൽ ഇവിടെ എത്തിയ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിന് ഉദ്ഘാടനം ചെയ്യുന്ന മലയാള സാഹിത്യത്തിൻ്റെ കുലപതി, തിരുവനന്തപുരത്തിൻ്റെ അഹങ്കാരം കൂടിയെന്ന് പറയപ്പെടുന്ന ശ്രീ ജോർജ് ഓണക്കൂർ സാറിനെ ആദരപൂർവ്വം ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം തിരുവനന്തപുരത്തിൻ്റെ മറ്റൊരു സാഹിത്യകാരൻ കൂടിയായ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാറിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം നിങ്ങളേവരും ഇന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ചാലക്കുടിക്കാരി, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി കൂടിയായ ശ്രീ പ്രസീതയെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം ഈ വേദിയിൽ ഇന്ന് വയലാർ സാഹിത്യ പുരസ്കാരം നേടുന്ന ശ്രീ വേണുകുമാർ, നാനാ വേണു എന്നറിയപ്പെടുന്ന വേണുചേട്ടനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വയലാർ സംസ്കാര വേദിയുടെ എല്ലാമായ ശ്രീമതി ഷീല എബ്രഹാമിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം ഇവിടെ എത്തിയ എല്ലാ സ്നേഹമനസ്സുകളെയും ഒറ്റവാക്കൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന് അധ്യക്ഷ പ്രസംഗം നടത്തുവാനായി ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയ ഉദ്ഘാടകൻ ഗോപൻജി സൂചിപ്പിച്ചതുപോലെ മലയാള സാഹിത്യ തറവാട്ടിലെ കാരണവരായിട്ടുള്ള ശ്രീ ഡോക്ടർ ജോർജ് ഓണക്കൂർ സർ, അതുപോലെ തന്നെ എൻ്റെ ഗുരുവും പ്രമുഖ സാഹിത്യകാരനും തിരുവനന്തപുരം സാംസ്കാരിക മണ്ഡലത്തിൻ്റെ കവിയുമായ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ ചേട്ടൻ, നമ്മുടെ കേരളത്തിൻ്റെ തനിമയാർന്ന ഗാനങ്ങൾ മലയാളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ഉത്സവവേദികളിലും സാംസ്കാരിക വേദിയിലും നമ്മുടെ കലാരൂപമായ നാടൻപാട്ടിനെ അവതരിപ്പിക്കുന്ന പ്രിയ സഹോദരി പ്രസീത ചാലക്കുടി, ആദരണീയ ഒരു കാലഘട്ടത്ത് മലയാളത്തിൻ്റെ നമ്മളെല്ലാം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സിനിമയുടെ ആമുഖങ്ങൾ വായിക്കുന്ന പ്രമുഖ കവി കൂടിയായിട്ടുള്ള നമ്മുടെ നാനാ വേണുചേട്ടൻ, വയലാർ സാംസ്കാരിക വേദിയുടെ എല്ലാമായ ഈ 10 ദിവസത്തെ ഈ പ്രവർത്തന സംരംഭത്തിന് അഹോരാത്രം പണിയെടുക്കാൻ നമ്മുടെ ജ്യേഷ്ഠൻ അണ്ണൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന പ്രിയ രാമചന്ദ്രൻ ചേട്ടൻ, ശ്രീ ഷീല എബ്രഹാം, അതുപോലെ തന്നെ വയലാർ സാംസ്കാരിക വേദിയുടെ അഭ്യുദയകാംക്ഷികളെ, സാംസ്കാരിക നഗരത്തിൻ്റെ സഹപ്രവർത്തകരെ, വയലാർ സാംസ്കാരിക വേദി 10 ദിവസമായിട്ട് സമൂഹത്തിലെ പ്രതിബദ്ധതയുള്ള എഴുത്തുകാരെയും സാഹിത്യ ലോകത്തുള്ളവരെയും നൃത്തത്തിലുള്ളവരെയും അതുപോലെ തന്നെ സാംസ്കാരിക നവോത്ഥാന മേഖലകളിൽ മുഖ്യ പങ്കുവഹിച്ചവരെയും ഈ 5 ദിവസമായിട്ട് ആദരിച്ചു കൊണ്ടിരിക്കുകയാണ്, അഭിനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒരു കലാ സാംസ്കാരിക വേദിയായി വയലാർ സാംസ്കാരിക വേദി മാറിക്കറിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല പ്രസ്ഥാനങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഗവൺമെൻറ് ഔദ്യോഗികമായി ക്ഷണിക്കുന്ന വയലാർ സാംസ്കാരിക വേദിയാണ്. നമുക്കറിയാം, വയലാറിൻ്റെ 50 വർഷം അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 50 വർഷമായി. ഈ 50 വർഷവും നമ്മൾ വയലാറിന് മരണമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ പുതിയ തലമുറയുടെ കൂട്ടുകാർക്ക് വയലാറിനെ പരിചയപ്പെടുത്തുകയും വയലാറിൻ്റെ പഴയകാല ഗാനങ്ങൾ ആസ്വദിക്കുവാൻ എല്ലാ വർഷവും തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള വേദികൾ വയലാർ സാംസ്കാരിക വേദി ഒരുക്കുകയാണ്. അതിന് വേണ്ട പ്രചോദനവും പിന്തുണയും ഓണക്കൂർ സാറിനെ പോലുള്ളവരും
കാര്യവട്ടം ശ്രീകണ്ഠൻ ചേട്ടനെ പോലുള്ളവരും എല്ലാം നമുക്ക് പ്രചോദനമായി മുൻപന്തിയിൽ നയിക്കുകയും പുറകെ നിന്നുകൊണ്ട് രാമേന്ദ്രനെന്നും നമ്മളും ഗോപനും അതുപോലെ വിജയകുമാറും എല്ലാം ഇവിടുത്തെ സാധാരണക്കാരായ കുഞ്ഞുങ്ങളെ നൃത്തങ്ങൾ അഭ്യസിപ്പിക്കുകയും അതുപോലെ തന്നെയുള്ള കുഞ്ഞുങ്ങളെ ഗാനങ്ങൾ അവതരിപ്പിക്കുകയും നമ്മുടെ ടീമിൽ വയലാർ സാംസ്കാരിക സംഗീത ടീമിലുള്ളവർ അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നു. ദീർഘിപ്പിക്കുന്നില്ല. ഈ സാംസ്കാരിക ഉത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് നമ്മുടെ മുതിർന്ന എഴുത്തുകാരനും അധ്യാപകനും തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും സാംസ്കാരിക നവോത്ഥാന മണ്ഡലത്തിലെ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെ ക്ഷണിച്ചുകൊണ്ട് എളിയ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്. എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നമസ്കാരം. വയലാർ രാമവർമ്മ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ് എന്ന് പറയാം. നമ്മുടെ ഹൃദയത്തിൽ എന്നും തുടിക്കുന്ന മനോഹരമായ കവിതകളുടെ, ഗാനങ്ങളുടെ രചയിതാവ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, കേരളത്തിൻ്റെ പുരോഗമന രാഷ്ട്രീയ നഭസ്സിൽ എന്നും പ്രകാശത്തോടുകൂടി ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രം കൂടിയാണ് വയലാർ രാമവർമ്മ. ഇത് വയലാർ നിത്യസ്മരണയായി തീർന്നിട്ട് 50 വർഷം തികയുന്ന കാലം ആണ്. 1975 ഒക്ടോബർ 27 ആണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഒരു രാത്രി നേരത്ത് വയലാർ നമ്മെ വിട്ടുപിരിഞ്ഞത്. അന്ന് ആ ആശുപത്രിയിൽ സന്നിഹിതനാകാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ എനിക്കും ഉണ്ടായി എന്നുള്ളത് ഈ സന്ധ്യയിൽ ഞാൻ ഓർമ്മിക്കുന്നു. വളരെ അടുത്ത് ബന്ധം പുലർത്താൻ കഴിഞ്ഞ ഒരു കവി, പുസ്തകങ്ങളിലൂടെയോ അല്ലെങ്കിൽ കവിതകൾ, ഗാനങ്ങൾ എന്നിവ വഴിയോ മാത്രം പരിചയപ്പെട്ട ഒരു സാംസ്കാരിക പ്രതിഭ അല്ല എനിക്ക് വയലാർ രാമവർമ്മ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഗാനരചന നടത്തിയ 1000-ഓളം പാട്ടുകൾ, സിനിമാ ഗാനങ്ങൾ, അത് ഉൾക്കൊള്ളുന്ന ഒട്ടുമുക്കാലും ചലച്ചിത്രങ്ങളും കാണാൻ ഇടവന്നിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ ഓർമ്മിക്കുന്നു. അതോടൊപ്പം കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് KPAC, ആ നാടക സംഘത്തിന്, KPAC എന്ന് പറയുന്നത് 4 അക്ഷരമായി നമുക്കിപ്പോൾ തോന്നാം. പുതിയ തലമുറയ്ക്ക് അങ്ങനെയാണ് ചരിത്രം അടയാളപ്പെടുത്തുന്നത്. KPAC എന്താ അതിൻ്റെ ഫുൾ ഫോം എന്ന് പോലും പലപ്പോഴും അറിയാത്ത ആളുകളും KPACയെ ഉള്ളിലേറ്റി നടക്കുന്നുണ്ട്. നല്ലത്. കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് KPAC കായംകുളം കേന്ദ്രമാക്കി രൂപം കൊടുത്ത ആ പുരോഗമന കലാപ്രസ്ഥാനം കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ എന്തായിരുന്നു ഒരു ഘട്ടത്തിൽ എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. നമ്മുടെ ജീവിതഗതിയെ, ചിന്താധാരകളെ വളരെയേറെ മുന്നോട്ട് നയിച്ച ഒരു കലാപ്രസ്ഥാനമാണ് KPAC. ആ KPACയുടെ നാടകങ്ങൾക്ക് ആദ്യത്തെ 1-2 നാടകങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ളതിന് എല്ലാം ഗാനരചന നിർവഹിച്ചത് വയലാർ രാമവർമ്മ ആണ്. പരവൂർ G. ദേവരാജൻ ആയിരുന്നു സംഗീത സംവിധായകൻ. ആദ്യത്തെ ഒരു നാടകത്തിന് പുനലൂർ ബാലൻ, പിന്നെ ONV കുറുപ്പ്. അത് കഴിഞ്ഞാൽ വയലാർ ദേവരാജൻ ടീം ആണ് KPACയുടെ നാടക ഗാനങ്ങൾ ഒരുക്കിയത്.
പോപ്പിൽ ഭാസി എഴുതിയ നാടകങ്ങൾ. ആ നാടകങ്ങളൊക്കെ കേരളത്തിൽ എന്തായിരുന്നു എന്ന്, എന്ത് സാംസ്കാരിക പരിവർത്തനമാണ് നടത്തിയത് എന്ന് നമ്മുടെ കലയുടെ സംസ്കാരത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ആണ്. ചെറിയ കാര്യമല്ല. അപ്പോൾ വയലാറിനെ നമ്മൾ ഇവിടെ ഓർമ്മിക്കുന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക ഉത്സവം എന്നുള്ള നിലക്കാണ് വയലാർ സാംസ്കാരിക വേദി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന, ഓടി നടന്ന് അധ്വാനിക്കുന്ന എന്ന് പറയാനാണ് എനിക്കിഷ്ടം, ശ്രീ മണക്കാട് രാമചന്ദ്രനെ ഈ അവസരത്തിൽ കലാകേരളം നന്ദിയോടുകൂടി ഓർമ്മിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ രാമചന്ദ്രൻ ഒരു അത്ഭുതമാണ്, സാംസ്കാരിക കേരളത്തിലെ ഒരു അത്ഭുതമാണ് പ്രിയപ്പെട്ട ശ്രീ മണക്കാട് രാമചന്ദ്രൻ. ഏത് കലാ സംരംഭത്തിനും പിന്തുണയായി അതിനെല്ലാം അവസരം, നമ്മുടെ കലാകാരന്മാർക്കെല്ലാം അവസരമൊരുക്കുന്നതിനുള്ള ഉദാത്ത മനസ്സോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന കലാപ്രേമിയും കലാപ്രവർത്തകനും ആണ് പ്രിയപ്പെട്ട മണക്കാട് രാമചന്ദ്രൻ. ഇവിടെ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ മുക്കമ്പാലമ്മൂട് രാധാകൃഷ്ണൻ ആണ്. നമ്മളെല്ലാം സുഹൃത്താണ് അദ്ദേഹം. ഏറ്റവും അടുത്ത, ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തിത്വമാണ്. അതുപോലെ ഈ വേദിയിൽ നമ്മൾ ആദരിക്കുന്ന ശ്രീ എം വേണുകുമാർ, നാന വേണു എന്ന് ഏറെ പ്രശസ്തനായ ശ്രീ എം വേണുകുമാറിൻ്റെ 8ാമത്തെ പുസ്തകം എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. സിനിമയിലെ സ്ത്രീ ജീവിതങ്ങൾ, കാണാപ്പുറങ്ങൾ എന്ന പേരിൽ രചിച്ച ആ പുസ്തകം ഇതിനു മുമ്പേ വായിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പ്രിയങ്കരനായ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു അഭിമാനമാണ്. ഞാൻ ജോലി ചെയ്ത മാർ ഇവാനിയസ് കോളേജിൽ വിദ്യാഭ്യാസം ചെയ്യാൻ, എന്നോട് അടുത്ത് ജീവിക്കാൻ, പെരുമാറാൻ ഒക്കെ ധാരാളം സന്ദർഭങ്ങൾ ഒരുക്കിയെടുത്തിയ കവിയായ, നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഒരു സജീവ സാന്നിധ്യം ആയ പ്രിയപ്പെട്ട ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ വേദിയിലുണ്ട്. പ്രിയങ്കരിയായ ഷീല എബ്രഹാം ഒട്ടേറെ മനുഷ്യസ്നേഹ പ്രചോദിതമായ പ്രവർത്തനങ്ങൾ, കഷ്ടപ്പെടുന്നവരുടെ കണ്ണുനീരൊപ്പാൻ, അവർക്ക് ഹൃദയാശ്വാസം പകരാൻ ഒക്കെ. അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, കലയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യസ്നേഹമാണ്. ആ സേവനത്തിൽ പ്രചോദിതയായി, മനുഷ്യസ്നേഹത്തിൽ പ്രചോദിതയായി ഒട്ടേറെ മാനവിക പ്രവർത്തനങ്ങൾ ഒറ്റയ്ക്ക് നടത്തുന്ന സവിശേഷ വ്യക്തിത്വമാണ് കലാകാരിയും കലാപ്രേമിയും കലാപ്രോത്സാഹകയും ആയ പ്രിയപ്പെട്ട ഷീല എബ്രഹാം എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. എൻ്റെ ഈ പ്രസംഗം അധികം ദീർഘിപ്പിക്കുന്നില്ല. ഏതാനും വാക്കുകൾ വയലാറിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ നിർത്താം. അത് കഴിഞ്ഞാൽ ഇവിടെ 2 പ്രധാന പരിപാടികൾ നടക്കുന്നുണ്ട്. നമ്മുടെ ശ്രീ ഭദ്ര നൃത്ത വിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ ഉണ്ട്. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രസീത അവതരിപ്പിക്കുന്ന, പ്രസീതയെക്കുറിച്ചൊരു എനിക്കൊരു സന്തോഷമുള്ളത്, അങ്ങനെ പറയാൻ പാടില്ലല്ലേ, എൻ്റെ നാട്ടുകാരിയാണ്, അല്ലെങ്കിൽ എറണാകുളം ജില്ലക്കാരിയാണ് എന്നുള്ള ഒരു സന്തോഷം ഈ വേദിയിൽ വെച്ച് അതിൻ്റെ ഒരു അഭിമാനം ഞാൻ സ്വകാര്യമായി പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. പ്രസീത ചാലക്കുടി ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടിൻ്റെ രാജകുമാരി എന്നാണ് പ്രസീതയെ നമ്മുടെ പ്രവർത്തകർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സന്തോഷം. അതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ശ്രീഭദ്ര നൃത്ത വിദ്യാലയം അവതരിപ്പിക്കുന്ന ശ്രീമതി സ്മിതാശ്രീയുടെ നൃത്ത ആവിഷ്കാരം ഈ വേദിയിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇതെല്ലാം ചേർന്ന് ഇണങ്ങുന്ന ഒരു മനോഹരമായ സന്ധ്യയിലാണ് നമ്മളിവിടെ ഒത്തുനിൽക്കുന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു.
വയലാർ രാമവർമ്മയെ സംബന്ധിച്ചിടത്തോളം 50 വർഷം മുമ്പ് നമ്മെ വിട്ടുപോയി അദ്ദേഹം. വളരെ സജീവമായി ചലച്ചിത്ര ഗാന രചനാരംഗത്ത്, കാവ്യരംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന സമയത്താണ് രോഗബാധിതനായി 47-ാമത്തെ വയസ്സിൽ വയലാർ നമ്മെ വിട്ടുപിരിയുന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. അന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായ തിരുവനന്തപുരം ജനത കണ്ണീർ വാർത്ത് ആ കവിക്ക് യാത്രാമൊഴി ചൊല്ലി. ചേർത്തലയിലുള്ള വയലാറ്റിലെ രാഘവൻ പറമ്പ് എന്ന വീട്ടിലേക്ക്, തറവാട്ടിലേക്ക് വയലാറിനോടൊപ്പം, അല്ലെങ്കിൽ വയലാറിൻ്റെ ഭൗതിക ശരീരത്തോടൊപ്പം യാത്ര ചെയ്യാനുള്ള ഒരു നിർഭാഗ്യമോ അല്ലെങ്കിൽ ഭാഗ്യമോ എനിക്കും ഉണ്ടായി എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. എന്നുവെച്ചാൽ വിട്ടുപിരിയാത്തൊരു ബന്ധമായിരുന്നു ആ കവിയുമായി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അതിന് കാരണം. എന്തുകൊണ്ട് വയലാറിനോട് അത്തരമൊരു ബന്ധം, അല്ലെങ്കിൽ ONVയോട് അത്തരമൊരു ബന്ധം, ONV പിന്നെ അധ്യാപകൻ എന്നുള്ള നിലയിൽ അടുപ്പമുണ്ട്, വയലാറിനോട് ഇത്രയും ഹൃദയം ചേർത്ത് പിടിക്കാൻ കാരണം എന്ത് എന്നാലോചിക്കുമ്പോൾ എനിക്ക് 2 കാര്യങ്ങൾ പറയാൻ കഴിയും. ഒന്ന്, അനേകം കവികളെ, കലാകാരന്മാരെ നേരിട്ട് പരിചയപ്പെടാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്ര ഹൃദയശുദ്ധിയുള്ള, ഇത്ര സ്നേഹമുള്ള, യുവത്വത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു എഴുത്തുകാരനെ വളരെ കുറച്ച് മാത്രമേ എനിക്ക് കാണാൻ ഇടവന്നിട്ടുള്ളൂ എന്നുള്ളത് ഞാൻ പറയുകയാണ്. ഇത്ര മാനവബോധമുള്ള, യുവത്വത്തോട് സ്നേഹമുള്ള, പുരോഗമനത്തോട് ഹൃദയം ചേർത്ത് പിടിച്ചിരുന്ന കവിയാണ് വയലാർ രാമവർമ്മ. അദ്ദേഹത്തിൻ്റെ കവിതകൾ, കാവ്യഗ്രന്ഥങ്ങൾ, ഒട്ടേറെ കാര്യങ്ങൾ എഴുതാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നെനിക്കറിയാം. പക്ഷേ അവ പലതും ഈ സിനിമയ്ക്കൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ഒരു ഗുണമുണ്ട്, ഒരു ദോഷമുണ്ട്. ഗുണം, പെട്ടെന്ന് ജനപ്രീതി നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ അതോടൊപ്പമുള്ള ഒരു ചെറിയ ദോഷം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ആരും എന്നെ കുറ്റപ്പെടുത്തുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സർഗാത്മക രംഗത്ത്, സാഹിത്യരംഗത്ത് നിലകൊള്ളുന്ന പ്രതിഭാധനരായ പല ആളുകളും സിനിമയുടെ ആകർഷണങ്ങളിൽ മുഴുകി സ്വയം നഷ്ടപ്പെടാൻ ഇടവന്നിട്ടുണ്ട് എന്നുള്ളത് വേദനയോടുകൂടി ഓർക്കേണ്ട കാര്യമാണ്. ഒട്ടേറെ പേരുണ്ട് അങ്ങനെ. നമ്മുടെ കവികൾ പലരും, കഥാകാരന്മാർ പലരും അങ്ങനെ ഒരു നിർഭാഗ്യത്തിലേക്ക് പലപ്പോഴും വഴുതി വീഴുവാൻ സിനിമയുടെ ആകർഷണം ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയുകയാണ്. വയലാറിൻ്റെ കവിതകൾ, ഇപ്പോൾ കൊന്തയും പൂണൂലും, അതിനു മുമ്പ് പാദമുദ്രകൾ എന്ന പേരിലുള്ളൊരു പുസ്തകമാണ് അദ്ദേഹം ആദ്യം എഴുതിയത്. പിന്നെ കൊന്തയും പൂണൂലും, എനിക്ക് മരണമില്ല, മുളങ്കാട്, മാ നിഷാദ എന്ന പ്രസിദ്ധമായ കവിത ഉൾക്കൊള്ളുന്ന മുളങ്കാട് എന്ന കാവ്യം, ഒരു യൂദാസ് ജനിക്കുന്നു എന്ന കാവ്യസമാഹാരം, എൻ്റെ മാറ്റൊലി കവിതകൾ, സർഗസംഗീതം, ആയിഷ, രാവണപുത്രി തുടങ്ങിയ കാവ്യഗ്രന്ഥങ്ങൾ വയലാറിൻ്റെതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ 50 വർഷം പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ വയലാറിൻ്റെ ഗാനങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം, കാരണം ഒത്തിരി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ കാവ്യ അല്ലെങ്കിൽ ഗാന സംസ്കൃതിയെ മുഴുവൻ ആകർഷിച്ച് ഉണർത്തി നിർത്തിയ ഗാനങ്ങളാണ് വയലാറിൻ്റെ നാടക ഗാനങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ഗാനങ്ങളും. ഞാൻ പറഞ്ഞു 1000-ഓളം ചലച്ചിത്ര ഗാനങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ നിത്യവും റേഡിയോയിൽ കേൾക്കുന്നു, ടെലിവിഷനിൽ കേൾക്കാൻ, വീണ്ടും വീണ്ടും കേൾക്കാൻ നമുക്കിട വരുന്നു. നല്ലത് തന്നെ. അതോടൊപ്പം വയലാർ എന്ന കവിയെ കൂടി മനസ്സിലാക്കാൻ പുതിയ തലമുറയോട് ഞാൻ പറയുകയാണ്. കുറച്ച് അമ്മമാരെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ വയലാറിൻ്റെ കവിതകൾ വായിക്കാൻ, അവർക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഉള്ള ഒരു താല്പര്യം, ഒരു ശ്രദ്ധ ദയവായി പുലർത്തണം എന്ന് പറയുകയാണ്. സിനിമയുടെ ഒരു ഗുണം, അത് വളരെ ആകർഷകമാണ്, പെട്ടെന്ന് നമ്മെ പിടിച്ചു നിർത്തുന്നതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അത് ആ ആകർഷണം പലപ്പോഴും താൽക്കാലികവും ആയി പരിണമിക്കാറുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. വായനശാലയിൽ ഇരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ മഹത്വം ഭിത്തിയിൽ ഒട്ടിക്കുന്ന
ഒരു പോസ്റ്ററിന് ഇല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വാക്കിന് ഉള്ള ഒരു ശക്തി ഒരു ദൃശ്യത്തിന് പലപ്പോഴും നിലനിർത്താൻ കഴിയുകയില്ല. രണ്ട് രംഗത്തും പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ ഒരു നിഗമനമാണ്, സാഹിത്യം വാക്കിൻ്റെ കലയാണ്, സിനിമ ദൃശ്യത്തിൻ്റെ. സാഹിത്യം വേർഡ് ഈസ് ലിറ്ററേച്ചർ, എന്നാൽ ചലച്ചിത്രം ഛായ ആണ്, അത് ദൃശ്യമാണ്. അത് പലപ്പോഴും വാക്കുപോലെ ശക്തമായി ദീർഘകാലം നിലനിൽക്കാൻ പ്രാപ്തമല്ല എന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, എങ്കിലും എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് മാതാപിതാക്കളോട്, മുതിർന്നവരോട് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ വാക്കിൻ്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ, പുസ്തകങ്ങളുടെ ലോകത്തേക്ക് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം. എന്താണ് ഇത് പറയുന്നതെന്നറിയാമോ? അത് സിനിമയ്ക്കും നാടകത്തിനും എല്ലാ കലാരൂപത്തിനും പ്രത്യേകിച്ച് സാഹിത്യത്തിന് പ്രധാനമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. നാടൊട്ട് കോടി നടന്ന് സ്കൂളുകളിലും സാംസ്കാരിക വേദികളിലും പ്രസംഗിക്കാൻ സമയം കിട്ടുന്ന ഒരാളാണ് ഞാൻ. എന്തിനാണ് ഈ പാഴ്വേല എന്ന ആൾ എന്നോട് ചോദിക്കാറുണ്ട്. വൈ, എന്തിനാണിത്? യു ക്യാൻ റൈറ്റ് സംതിങ്, മാറിയിരുന്ന് എന്തെങ്കിലും എഴുതിക്കൂടെ, എന്തിനീ പ്രസംഗം എന്ന് ചോദിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഗ്രാമതലങ്ങളിൽ പോലും ചെന്ന് എത്തുമ്പോൾ കാണുന്ന ഒരു വളരെ വേദനിപ്പിക്കുന്ന അവസ്ഥയുണ്ട്. എന്തെന്നറിയാമോ? നമ്മുടെ സ്കൂളുകളിൽ പബ്ലിക് സ്കൂളുകളിൽ, മറ്റേ പബ്ലിക് സ്കൂളല്ല ഞാൻ പറയുന്നത്, പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ പലപ്പോഴും ഹാജർ കുറഞ്ഞു വരികയാണ്. കുട്ടികൾ ക്ലാസ്സിൽ കയറുന്നില്ല. ചുറ്റുപാടുമൊക്കെ ഉണ്ട്, കുട്ടികളുണ്ട്, ക്യാമ്പസിലുണ്ട്, പക്ഷേ ക്ലാസ്സിലില്ല. പലയിടത്തും ഇല്ല. ഞാൻ പേര് പറയുന്നില്ല, എങ്കിലും ചെന്നപ്പോൾ അവളുടെ ടീച്ചറിനെ ചോദിച്ചു, എന്താ ടീച്ചർ ഇങ്ങനെ? പുറത്ത് വഴിയോരത്ത് കുട്ടികളെ കണ്ടല്ലോ, എന്താ ക്ലാസ് മുറികളിലേക്ക് അവർ വരാത്തത്? അപ്പോൾ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു, സർ, അവരെ നിർബന്ധിച്ച് കയറ്റാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല. വടിയെടുക്കാൻ പാടില്ല, ശരി, ഉറച്ച് സംസാരിക്കാൻ പോലും ഉള്ള അധികാരം നമുക്കില്ല. പറഞ്ഞാൽ മാതാപിതാക്കളൊന്നും വരില്ല, കാരണം ആ ഒരു ഇടപെടലുമില്ല, ഇരിക്കട്ടെ. പക്ഷെ നിയമം ഉണ്ട്. അതിൻ്റെ കൈകൾ നമ്മളെ പിടിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഇടപെടലൊന്നുമില്ല, വരുന്നവരെ പഠിപ്പിക്കുന്നു, പോകുന്നു എന്നുള്ളതാണ്. ആ ഒരു രീതിയാണ് അവലംബിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ അഭിജിത്ത് ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് കൂടി പറയുകയാണ്. ഇന്നലെ ഞങ്ങൾ മനസ്സ് എന്ന പേരിൽ ഒരു പ്രസ്ഥാനം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. മനസ്സ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ പഴയ കുഞ്ഞനാമത്തായി ഡോക്ടറുടെ വത്സല നേഴ്സിംഗ് ഹോമിൽ, ഇപ്പോൾ നിംസ് ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, ഫൈസൽ ഖാൻ്റെ നിംസിൽ പ്രവർത്തിക്കുന്ന മനസ്സ് എന്നൊരു സംഘടനയുണ്ട്. ആ സംഘടന നിങ്ങൾ അറിവിന് വേണ്ടി ഞാൻ പറയുകയാണ്, നമ്മുടെ ആളുകൾക്ക് മാനസികമായി അവരനുഭവിക്കുന്ന വ്യഥയ്ക്ക്, ദുരിതങ്ങൾക്ക് ആശ്വാസം പകരാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക്, അവരെ ഗ്രസിക്കുന്ന, പിടികൂടുന്ന മയക്കുമരുന്നിൻ്റെ, ഡ്രഗ്സിൻ്റെ പിടിയിൽ നിന്ന് ഈ കുട്ടികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം ഞാൻ പറയാം. അപ്പോൾ ഞാനിതിനകത്തൊക്കെ ഈ വേദിയിൽ വെച്ച് പറയുന്നത് നിങ്ങൾക്ക് തോന്നാം. ഈ ഡ്രഗ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ കുട്ടികളിൽ വ്യാപകമാകുന്നതിനെ തടഞ്ഞു നിർത്താൻ എന്താ മാർഗം എന്നാലോചിച്ചാൽ ശിക്ഷയല്ല, ഒരിക്കലുമല്ല, മറിച്ച് അവർക്ക് കലയുടെ, സാഹിത്യത്തിൻ്റെ, സംഗീതത്തിൻ്റെ വിവിധ ശാഖകളുടെ ഒക്കെ സ്വാധീനത്തിലേക്ക് അവരെ മടക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല പോംവഴി എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പ്രസീതയുടെ നാടൻ പാട്ട് കേട്ട് അതിൽ ആനന്ദിക്കാൻ ഈ കുഞ്ഞു മനസ്സുകൾക്ക് സാധിക്കുകയാണ് എങ്കിൽ ഒരിക്കലും അവർ അതിൻ്റെ വലയത്തിൽ നിന്ന് അകന്നു പോവുകയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ നടത്തുന്നത്. വയലാർ സാംസ്കാരിക വേദി 10 ദിവസമാണ് നടത്തുന്നത്. എനിക്ക് അത്ഭുതം തോന്നി. ഒരു ദിവസം പോലും നടത്താൻ കഴിയാത്ത വിധത്തിലുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥയെ വകവെക്കാതെ 10 ദിവസം ഇത് നടത്തുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. ഞാൻ വയലാറിലേക്ക് വന്ന് 2 വാക്കുകൂടി പറഞ്ഞ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം.
വയലാർ രാമവർമ്മ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും മാനുഷിക സ്പർശമുള്ള കവിയാണ് എന്ന് ഞാൻ പറഞ്ഞു. വയലാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിത, ഒരു ഗാനം അച്ഛനും ബാപ്പയും എന്ന സിനിമയിലാണ്. വയലാറിന് ആദ്യമായി ദേശീയ അവാർഡ് കിട്ടിയ, അതുകൂടി ഞാൻ പറയട്ടെ, മലയാളത്തിന് ആദ്യമായി ചലച്ചിത്ര സംഗീത ഗാനരചനയ്ക്കുള്ള പ്രസിഡൻറ്റിൻ്റെ പുരസ്കാരം, നാഷണൽ അവാർഡ് ലഭിച്ചത് വയലാർ രാമവർമ്മയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും ബാപ്പയും എന്ന സിനിമയിലെ ഗാനങ്ങൾക്കാണ് 1972 ആദ്യമായി ദേശീയ പുരസ്കാരം ലഭിച്ചത്. പാട്ട് നിങ്ങൾക്കറിയാം, അച്ഛനും ബാപ്പയില്ലേ. മനുഷ്യൻ, എനിക്ക് പറഞ്ഞറിയില്ല, അതുകൊണ്ട് ഞാൻ വാക്കുകൾ പറയാം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു. മതങ്ങളും ദൈവങ്ങളും എല്ലാം ചേർന്ന് മനസ്സ് പങ്കുവെച്ചു. നമ്മുടെ മനസ്സുകളെ വിഭജിപ്പിച്ചു, പല ജാതികളാക്കി, നമ്മളെ പല വിഭാഗങ്ങളാക്കി വേർതിരിച്ചു. നമ്മുടെ മാനവികത എവിടെയോ നഷ്ടപ്പെടുത്തി എന്ന് വയലാർ എഴുതിയ ഈ ഗാനം എക്കാലവും നമ്മെ ആഹ്ലാദിപ്പിക്കുന്നതാണ്, ആവേശം കൊള്ളിക്കുന്നതാണ് എന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ വയലാർ എത്ര തവണയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിന്. നദി എന്ന സിനിമ, കടൽപ്പാലം, അതുപോലെ ചെമ്പരത്തി, നെല്ല്, അതിഥി, ഒരു പാട്ടിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല, ചുവന്ന സന്ധ്യകൾ, സ്വാമി അയ്യപ്പൻ, അങ്ങനെ എത്ര ചെമ്പരത്തിയിലെ പാട്ടൊക്കെ ഞാൻ ഇന്നും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് പാട്ട്? ചക്രവർത്തിനി നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതുകം പുറത്തു വെച്ച് നഗ്നപാതയായി അകത്തു വരൂ എന്ന മനോഹരമായ ചെമ്പരത്തിയിലെ ഗാനം ഇപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്യുകയാണ്, പിടികൂടുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. അതുപോലെ വയലാറിൻ്റെ കവിതകൾ, ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സർഗസംഗീതത്തിലാണ് വയലാർ രാമവർമ്മയ്ക്ക് സംസ്ഥാന സാഹിത്യ അക്കാദമിയുടെ, കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹം എഴുതി, എന്താണ്? സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. എല്ലാ എഴുത്തിൻ്റെയും സത്യം ഇതാണ്, എല്ലാ എഴുത്തിൻ്റെ സത്യം ഇതാണ്. എന്താണ്? നോവുന്ന മനസ്സുകളെ സ്നേഹിക്കാത്ത ഒരു കലാസൃഷ്ടിയും നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കല നിൽക്കണമെങ്കിൽ, സാഹിത്യം ശാശ്വതമായി നിൽക്കണമെങ്കിൽ തീർച്ചയായും അത് കഷ്ടപ്പെടുന്നവൻ്റെ ഹൃദയവികാരങ്ങൾ തൊട്ടറിയണം, വേദനിക്കുന്നവൻ ആശ്വാസമാകണം. സമൂഹത്തിൽ താഴെത്തട്ടിൽ കഴിയാൻ വിധിക്കപ്പെട്ട ആളുകൾക്ക് ഒരു കൈ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരുവാൻ അദൃശ്യമായ കൈകൾ നീട്ടി അവരെ ചേർത്ത് നിർത്താൻ കലയ്ക്ക് സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ പാളയത്തൂടെ കടന്നു പോകുമ്പോൾ ഇല്ലേ, രക്തസാക്ഷി മണ്ഡപമുണ്ട്. അവിടെ പാളയത്തൂടെ കടന്നു പോകുമ്പോൾ അവിടെ രക്തസാക്ഷി മണ്ഡപം നാം കാണുന്നു. ആ രക്തസാക്ഷി മണ്ഡപം അന്ന് സ്ഥാപിച്ച ദിവസം ആലപിക്കാൻ വേണ്ടി വയലാർ എഴുതിയ ഒരു പാട്ടുണ്ട്. ആ പാട്ടാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ ചേർത്തത്. ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ എന്ന മനോഹരമായ ഗാനം പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ സ്ഥാപന ദിവസം ആലപിക്കാൻ വേണ്ടി വയലാർ എഴുതിയതാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക. അപ്പം അങ്ങനെ അനേകം നാടകങ്ങൾ, അങ്ങനെ ഒട്ടേറെ ഗാനങ്ങൾ, നന്മകളുടെ ശബ്ദം, മനുഷ്യ സ്വാതന്ത്ര്യത്തിനും മാനവ പുരോഗതിക്കും വേണ്ടി നിലകൊണ്ട മഹാനായ കവി, യുവത്വത്തിൻ്റെ കവി, എന്നും യുവാവായി നിലകൊണ്ട കവിയാണ് വയലാർ. ആ മഹാകവിയുടെ പേരിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവമുണ്ട്, അതുപോലെ ചലച്ചിത്ര ഉത്സവമുണ്ട്, സാഹിത്യ ഉത്സവമുണ്ട്. എല്ലാം കൂടെ ചേർന്ന് സംക്രമിപ്പിച്ച് നടത്തുകയാണ് ഇവിടെ വയലാർ സാംസ്കാരിക വേദി. ഈ വേദിയിൽ വെച്ച് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ നാന വേണു, എം വേണുകുമാർ എന്ന നാന വേണുവിന്
വയലാർ നോവൽ പുരസ്കാരം, ഈ വർഷത്തെ നോവൽ പുരസ്കാരം സമ്മാനിക്കുന്നു. അത് നൽകുന്നതിന് അതിയായ സന്തോഷമുണ്ട്. വേണുവിൻ്റെ പുസ്തകങ്ങൾ വായിക്കുകയും അത് ആസ്വദിക്കുകയും മുൻപേ ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള നിലക്ക് എനിക്ക് അതിൽ വളരെ അഭിമാനമുണ്ട്, ആനന്ദമുണ്ട് എന്ന് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ പ്രസീതയ്ക്ക് അവാർഡിൻ്റെ ആവശ്യമില്ല, അതിനൊക്കെ അപ്പുറം നിൽക്കുന്ന ആദരമാണ്. പ്രസീതയെ നമ്മൾ ആദരിക്കുകയാണ്. ഞാനിത് കൊടുത്താലേ മേക്കപ്പ് ചെയ്യാൻ പോകുള്ളൂ. പ്രസാദ് മേക്കപ്പ് ചെയ്തിട്ടാലും കുഴപ്പമില്ല, പാടിക്കൊണ്ടാൽ മതി. ഈ മകൾ നമ്മുടെ അഭിമാനമാണ്, നാടിൻ്റെ അഭിമാനമാണ്. കലയുടെ, നാടൻ പാട്ടിൻ്റെ, നാടിൻ്റെ മനോഹാരിത ഉൾക്കൊള്ളുന്ന സംഗീതത്തിൻ്റെ ലയഭംഗികൾ ആവിഷ്കരിക്കുന്ന ആ പാട്ടുകൾ തീർച്ചയായും പ്രസീത ഒരു പുതിയ അനുഭവ ലോകത്തിലേക്ക് നമ്മെ ഉയർത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വയലാർ സാംസ്കാരിക വേദിയുടെ ആദരം നിങ്ങളെല്ലാം അനുവാദത്തോടു കൂടി ഈ വേദിയിൽ വെച്ച് പ്രിയപ്പെട്ട പ്രസീതയ്ക്ക് സമ്മാനിക്കാൻ അതിയായ ആനന്ദമുണ്ട് എന്ന് ഞാൻ പറയട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരിക്കൽ കൂടി ഇതിൻ്റെ ഭാരവാഹികൾക്ക് നന്മ നേർന്ന് ഈ ഇതൊരു സാഹസമാണ്. 10 ദിവസം സൂക്ഷിച്ചു ചെയ്യണം. 10 ദിവസം ഇങ്ങനെ ഒരു മഹാസമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ നടത്തി ഇത് അവതരിപ്പിക്കുന്നു. വിശാലമായ പന്തലിൽ വെച്ച് സന്തോഷം, അഭിമാനം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മണക്കാട് രാമചന്ദ്രന് പ്രത്യേകമായും ഞാൻ എൻ്റെ അഭിവാദ്യം അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട വേണുവിനും അതുപോലെ തന്നെ പ്രിയങ്കരിയായ പ്രസീതയ്ക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അർപ്പിച്ച് നിങ്ങളെല്ലാവരെയും നമസ്കരിച്ച് ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായിട്ട് ഞങ്ങളുടെ ആദരവ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഗാനസന്ധ്യ നാടൻ പാട്ടിൻ്റെ രാജകുമാരി പ്രസീതയെ വയലാർ സാംസ്കാരിക വേദി ഞങ്ങളുടെ സ്നേഹാദരവ് നൽകി ആദരിക്കുന്നു. വയലാർ നോവൽ പുരസ്കാരം നൽകി ആദരിക്കുന്നത് ജ്ഞാന വേണു എന്ന രീതിയിൽ അറിയപ്പെടുന്ന ശ്രീ എം വേണുകുമാറാണ്. പത്രമാധ്യമ പ്രവർത്തകൻ, ഡോക്യുമെൻ്ററി സംവിധായകൻ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനങ്ങൾ, കഥകൾ, 50-ലധികം ഡോക്യുമെൻ്ററി പരസ്യചിത്രങ്ങൾ സംവിധാനം ചെയ്തു. 3 പ്രാവശ്യം ഡോക്യുമെൻ്ററിക്കുള്ള സംസ്ഥാന അവാർഡ്, ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി മാധ്യമ അവാർഡ്, സ്മിത പാട്ടിൽ അവാർഡ്, NCERTയുടെ നാഷണൽ അവാർഡ്, നിരവധി വിദേശ മേളകളിൽ ഡോക്യുമെൻ്ററി ചിത്രങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2024 പാല KM മാത്യു ബാലസാഹിത്യ അവാർഡ്, ദേവനിയോഗം ആശ്രമ ട്രസ്റ്റിൻ്റെ ബ്രഹ്മസൂത്രൻ സ്മാരക പുരസ്കാരം 2024. 2 ഫീച്ചർ ചിത്രങ്ങൾക്കും ഗൗരി എന്ന സീരിയലിനും കഥയും തിരക്കഥയും എഴുതി ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സംവിധാന സഹായിയായിരുന്നു. മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ഫീച്ചർ ഫിലിം സംവിധാനം ചെയ്തു. അമൃത TVക്ക് വേണ്ടി നക്ഷത്രങ്ങൾ ഇതുവഴിയെ, ഇന്നലത്തെ താരം തുടങ്ങിയ പരമ്പരകൾ കൂടാതെ നിരവധി ജനപ്രിയ പ്രോഗ്രാമുകളും സംവിധാനം ചെയ്തിട്ടുണ്ട്. 2 തവണ സംസ്ഥാന അവാർഡ് നിർണായക സമിതിയിലും ഇൻ്റർനാഷണൽ ഡോക്യുമെൻ്ററി സെലക്ഷൻ കമ്മിറ്റിയിലും അദ്ദേഹം അംഗമായിട്ടുണ്ട്. താങ്കളെ വളരെ സ്നേഹപൂർവ്വം ഞങ്ങൾ ഈ വേദിയിൽ ഈ വയലാർ നോവൽ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ഇന്നത്തെ നൃത്തസദ്യ അവതരിപ്പിക്കുന്ന, നൃത്താവിഷ്കരണം നടത്തിയിരിക്കുന്ന ശ്രീഭദ്ര നൃത്ത വിദ്യാലയത്തിൻ്റെ എല്ലാ ബഹുമാനിയായ ടീച്ചർ, നൃത്താവിഷ്കരണം നടത്തിയിരിക്കുന്ന ശ്രീമതി സ്മൃതശ്രീയെ ഓണക്കൂർ സാർ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. അടുത്തതായിട്ട് ആശംസക പ്രസംഗത്തിനായി പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ കാര്യവട്ടം ശേഖരൻ നായരിനെ ക്ഷണിക്കുന്നു. വയലാർ സാംസ്കാരിക വേദി 10 ദിവസം സംഘടിപ്പിച്ചിട്ടുള്ള വയലാർ രാമവർമ്മ സാംസ്കാരികോത്സവത്തിൻ്റെ 7ാം ദിവസമായ ഇന്ന് ഈ വേദിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ ചിരകാല സുഹൃത്തും അഭിഭാഷക രംഗത്ത് വളരെ ഊർജ്ജസ്വലനായി തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുകയും സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റ് മുക്കമ്പാല മൂട് രാധാകൃഷ്ണൻ അവർകൾ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് എൻ്റെ
ഗുരുനാഥൻ എന്ന നിലയിലും അതിലുപരി സാഹിത്യരംഗത്ത് എല്ലാവർക്കും ഗുരുവിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിതനായിട്ടുള്ള, തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല മലയാളികളുടെ എല്ലാം തന്നെ ഹൃദയത്തിൽ വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ കഥയിലായിരുന്നാലും നോവലിലായിരുന്നാലും ഒരു മാതൃകയായി നിൽക്കുന്ന എഴുത്തുകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ. ഇവിടെ എനിക്ക് വളരെ സന്തോഷം തോന്നി. എൻ്റെ ചിരകാല സുഹൃത്ത് നാനാ വേണുവിന് കിട്ടിയ അംഗീകാരം തീർച്ചയായിട്ടും അർഹമാണ്. വയലാർ സാംസ്കാരിക വേദി അത് ചെയ്തത് ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ്. വേണു വളരെ കാലമായിട്ട് ഈ രംഗത്ത് വളരെ ആത്മാർത്ഥമായും പ്രവർത്തിക്കുന്ന ആളാണ്. ഒപ്പം ഇവിടെ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദം ശ്രീമതി ഷീല അബ്രഹാം, ഇവിടെ നമ്മൾ ആദരിച്ച പ്രശസ്ത നാടൻ പാട്ടുകാരി, നമ്മുടെ പാട്ടുകാരി രാജകുമാരി പാട്ടുകാരി അല്ലേ, നാടൻ പാട്ടിൻ്റെ രാജകുമാരി എന്നൊക്കെ തന്നെ നമ്മൾ ചിത്രീകരിക്കുന്ന പ്രസീത ചാലക്കുടി, അതുപോലെ തന്നെ നൃത്താവിഷ്കാരം ചെയ്യുന്ന അസ്മിതാശ്രീ, ഇവിടെ ഉപവിഷ്ടയായിട്ടുള്ള ബഹുമാനിയായ, നമുക്കെല്ലാവർക്കും ബഹുമാനിയായ സഹോദര സ്നേഹത്തോടെ നമ്മൾ എന്നും പറയുന്ന സതി തമ്പി അവർകൾ ഇതിൻ്റെ ഭാരവാഹിയാണ്. എനിക്ക് അത്ഭുത പ്രതിഭാസമായി എന്നും തോന്നുന്നത് ശ്രീ മണക്കാട് രാമചന്ദ്രനാണ്. മണക്കാട് രാമചന്ദ്രൻ തീർച്ചയായും ഇവിടെ മാസ്മരിത പുലർത്തിക്കൊണ്ട് 10 ദിവസം അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഡോക്ടർ ജി രാജമോഹനും മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, ജി വിജയകുമാർ, നാദം വിജയകുമാറും, ശ്രീവത്സൻ നമ്പൂതിരിയും, ഗോപൻ ശാസ്ത്രമകൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജയശ്രീ ഗോപാലകൃഷ്ണൻ, സതി തമ്പി ഉൾപ്പെടെ ഇവരെല്ലാവരും ഒറ്റ മനസ്സോടെ നിന്നുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. ഞാൻ 5 മിനിറ്റിനുള്ളിൽ തന്നെ എൻ്റെ സംസാരം നിർത്താം. കാരണം ഇനി കലാപരിപാടികൾ നടക്കാനുണ്ട്. വയലാർ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വൈകാരികമായി മാത്രമേ വയലാർ രാമവർമ്മയെ ഓർക്കുകയുള്ളൂ. കാരണം മലയാളിയുടെ മനസ്സിൻ്റെ ഭാവങ്ങൾ തൊട്ടറിഞ്ഞിട്ടുള്ള ഒരു കവി എന്ന നിലയിൽ, എഴുത്തുകാരൻ എന്ന നിലയിൽ, ചലച്ചിത്ര ഗാനരചയിതാവ് എന്ന നിലയിൽ, സാംസ്കാരിക പ്രവർത്തകൻ എന്ന സ്ഥാനത്തും ഒക്കെ തന്നെ വയലാർ നമുക്ക് വളരെയധികം ആദരണീയനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ശരത്ചന്ദ്രവർമ്മയും ഞാനുമൊക്കെ ഒരു വർഷത്തെ വ്യത്യാസത്തിൽ മാർവാനീസ് കോളേജിൽ ഓണക്കൂർ സാറിൻ്റെ ശിഷ്യന്മാരായി പഠിച്ചവരാണ് എന്നുള്ളതും ഓർക്കുക. ഞാൻ 55 കൊല്ലമായി നാടകവും കവിതയൊക്കെ എഴുതുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വയലാർ വേദിയിൽ വരാൻ തന്നെ സാധിക്കുന്നത് ഒരു അഭിമാനമായി, അതാണ് ഏറ്റവും വലിയ ആദരവായി ഞാൻ കാണുന്നത്. രാമചന്ദ്രനും ഗോപൻ ശാസ്ത്രമംഗലവും വിജയകുമാറും ഒക്കെ തന്നെ സ്ഥിരമായി എന്നെ ഈ വേദിയിൽ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ക്ഷണിക്കാറുണ്ട്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ജോർജ് ഓണക്കൂർ സാർ നമ്മളോട് പറയുകയാണ്. അപ്പോൾ നോവുന്ന മനസ്സുകളെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരു തത്വശാസ്ത്രത്തെയും വയലാർ സ്നേഹിക്കില്ല എന്ന് ഉദ്ഘോഷിച്ച കവി, എഴുത്തുകാരൻ വയലാറാണ് എന്നുള്ളതാണ്. അദ്ദേഹം ചെയ്ത ഒരു കാര്യം, വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുകയും അത് ദൈവങ്ങളുമായി ചേർത്ത് കെട്ടിവെച്ചതിനെ ഖണ്ഡിച്ച് മാറ്റി നിർത്തുകയും ചെയ്യാൻ വേണ്ടി ധാരാളം രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് കൂടുതലായിട്ടും സിനിമാ ഗാനങ്ങളിലൂടെയും കവിതകളിലൂടെയും തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കുചേലൻ കുഞ്ഞനൻ നായർ എന്ന് പറയുന്ന ഒരു കവിത നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ചൂഷണത്തെക്കുറിച്ച്, മനുഷ്യൻ എങ്ങനെയാണ്, ഒരു കലാകാരൻ എങ്ങനെയാണ് മറ്റൊരു കലാകാരനെ ചൂഷണം ചെയ്യുന്നത്. ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടിയ നടൻ കഥകളിയുടെ മുതലാളിയായി നിൽക്കും. കുചേലൻ്റെ വേഷം കെട്ടിയ ആൾ ദിവസം ഉള്ള കൂലി വാങ്ങിപ്പോവുകയും ചെയ്യുമ്പോൾ ആ കൂലി, തക്കതായ കൂലി കൊടുക്കാതെ ചൂഷണം ചെയ്ത മുതലാളിയായ ശ്രീകൃഷ്ണൻ്റെ കവിളത്ത് വേദിയിൽ വെച്ച് ആഞ്ഞടിക്കുവാൻ കുചേലൻ്റെ വേഷം ചെയ്ത കുഞ്ഞന് മാത്രമേ സാധ്യമാകൂ എന്ന് പറയും. ഇപ്പോഴാണെങ്കിലോ അത് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല വേദിയിൽ. അത്ര ഗൗരവകരമായിട്ടുള്ള രചനകളാണ് അദ്ദേഹം നടത്തിയത്. പൂണൂലും കൊന്തയും എന്ന് പറയുന്ന കവിത വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. നമുക്കറിയാം കേരളത്തിൽ നടമാടുന്ന മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ തന്നെ കക്ഷിരാഷ്ട്രീയത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ വരുന്ന, നിങ്ങളെ എന്നെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവണതകൾക്ക് ആഞ്ഞടിക്കുന്ന കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. മനുഷ്യനെ ഹരിക്കുന്ന, മനസ്സിനെ ഹരിക്കുന്ന, മനുഷ്യനെ ആയാലും തെറ്റില്ലാതെ മനസ്സിനെ ഹരിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ സ്വീകാര്യമായിട്ട് പ്രമേയങ്ങൾ എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇന്ന് മലയാളികൾ എന്നും ചർച്ച ചെയ്യുന്ന. നാളെ ഞാൻ വയലാർ അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നു, മറ്റന്നാൾ പങ്കെടുക്കുന്നുണ്ട്. കാരണം വയലാറിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ല, അത്രയേറെ പറയാനുണ്ട്. ചലച്ചിത്ര ഗാനങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇത്രയും വർണ്ണനയും പ്രതീകാത്മകമായിട്ടുള്ള അവതരണങ്ങളും
ആശയങ്ങളും ചേർന്നിട്ടുള്ള സിനിമാ ഗാനങ്ങൾ ആരാണ് ഇത്ര പ്രൗഢമായി രചിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങളും ഞാനും പറയും വയലാർ മാത്രമാണ്. മറ്റുള്ളവരാരും എഴുതിയിട്ടില്ല എന്നല്ല, വയലാറാണ് ഏറ്റവും കൂടുതലായിട്ടും ഈ ആശയങ്ങൾ നമ്മളിലേക്ക് ചെലുത്തുന്നതിന് മനഃപൂർവ്വമായിട്ടുള്ള സൃഷ്ടിയായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അത് സ്വാഭാവികമല്ല, അദ്ദേഹം അങ്ങനെ ചെയ്തതാണ്, മനഃപൂർവ്വമായി ചെയ്തതാണ്. നിങ്ങളും ഞാനും ഈ സമൂഹവും അറിയാൻ വേണ്ടി അങ്ങനെ മനസ്സിൻ്റെ ലോലഭാവങ്ങളെയും മനസ്സിൻ്റെ വിശാലമായ അറിവിനെയും ഒക്കെ ഉണർത്തിയെടുക്കുന്നതിന് വയലാറിൻ്റെ തൂലിക നമ്മളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ദീർഘമായി ഞാൻ ഒന്നും പറയുന്നില്ല, ഇപ്പോൾ 4 മിനിറ്റ് പോലും ആയിട്ടില്ല, 3.5 മിനിറ്റേ ആയിട്ടുള്ളൂ. എന്നെ ഈ വേദിയിൽ വയലാറിനെ ഇങ്ങനെ അനുസ്മരിക്കുവാനും വയലാറിനെ കാണുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേദി പോലും പങ്കിടാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വയലാറിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ നമ്രമായ ശിരസ്, അതായത് തല കുനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് വയലാർ സാംസ്കാരിക വേദി നടത്തുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഈ വയലാർ രാമവർമ്മയെ ഓർമ്മിക്കുന്നതിന് ഏറ്റവും വലിയ പ്രയത്നമാണ് കേരളത്തിൽ നടത്തുന്ന വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടേതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ വേദിയിൽ ക്ഷണിച്ചതിന് എല്ലാ പ്രകാരവുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമസ്കാരം. അടുത്തതായിട്ട് നമ്മൾ ഇന്ന് വയലാർ അവാർഡ് പുരസ്കാരം നൽകി ആദരിച്ച ശ്രീമാൻ വേണുകുമാർ, അതായത് നാനാ വേണുവിൻ്റെ ഏതാനും വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. ഗുരുനാഥന്മാരും ആത്മസുഹൃത്തുക്കളും പുറത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ എഴുത്തു ഗുരു, ഞാൻ വായിച്ചൊരുപാട് ഓണക്കൂർ സാറിൻ്റെ പുസ്തകങ്ങളാണ് ഞാൻ ഒരുപാട് വായിച്ചിട്ടുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ എൻ്റെ സാർ എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും എൻ്റെ സാഹിത്യ ഗുരു എന്ന് ഞാൻ അവകാശപ്പെടുന്നു. മറ്റൊരു പത്രപ്രവർത്തന രംഗത്ത് എൻ്റെ ഗുരു NV കൃഷ്ണവാര്യർ സാറായിരുന്നു. അതിനുശേഷം വൈക്കം ചന്ദ്രശേഖരൻ സാറിൻ്റെയും സാനുമാഷിൻ്റെയും ഒപ്പം വർക്ക് ചെയ്തു, ജോലി ചെയ്യാൻ കഴിഞ്ഞു. പിന്നീട് എൻ്റെ സിനിമാ ഗുരു എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ സാറായിരുന്നു. പിന്നീട് എൻ്റെ ചാനൽ ഗുരു എന്ന് പറയാൻ ശ്യാമപ്രസാദാണ്. അപ്പം ഇത്രയും വലിയ ആൾക്കാരോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാനും അവരുടെ സ്നേഹവും അനുഗ്രഹവും എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ വേദിയിൽ എനിക്ക് എത്താൻ കഴിഞ്ഞത്. മറ്റൊരു സന്തോഷകരമായ കാര്യം, എൻ്റെ ഈ പുസ്തകം ഇവിടെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം സിനിമയിലെ സ്ത്രീ ജീവിതങ്ങളാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. അതായത് 10 സ്ത്രീകളുടെ ജീവിതം. നമ്മൾ ഒരിക്കൽ തിരയിൽ തിളങ്ങി നിന്ന പലരും പിന്നീട് മാഞ്ഞു പോവുകയാണ്. അവരെന്തു ചെയ്യുന്നു, ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടോ, അവരുടെ ജീവിതം എന്താണ്, പലപ്പോഴും നമ്മളത് ആലോചിക്കാറില്ല. അത്തരത്തിലുള്ള ഒരു ജീവിതം അന്വേഷിച്ച് ഞാൻ അമൃത ചാനലിൽ ചെയ്ത ഇന്നലത്തെ താരം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 300ഓളം പേരെ ഞാൻ അതിൽ കണ്ടിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ സ്വഭാവം തന്നെ അവരറിയാതെ നമ്മൾ അവരുടെ വീട്ടിൽ പോയി അത് ചിത്രീകരിച്ച് തുടങ്ങുന്നതാണ്. അപ്പോൾ അവരുടെ യഥാർത്ഥ അന്നത്തെ ജീവിതം, ചിലർ നമ്മൾ ബെല്ലടിച്ച് അകത്ത് കയറുമ്പോൾ അവർ നിൽക്കുന്ന ഒരു രീതി, അവരുടെ വേഷം, അവരുടെ ദയനീയത, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മളത് റിയലായിട്ട് ഷൂട്ട് ചെയ്ത് പറഞ്ഞ് ഞാനൊരു തമിഴിലെ ഒരു പ്രശസ്തിയായ ഒരു നടി അന്വേഷിച്ച് ഞാൻ പോയപ്പോൾ അവരൊരു വലിയൊരു ചായക്കടയുടെ വലിയൊരു ഹോട്ടലിൻ്റെ അടുക്കളയിൽ ഈ അഴുക്കുപാത്രങ്ങൾ കഴുകുന്നതാണ് ഞാൻ കണ്ടത്. എന്നിട്ട് നമ്മളെ ക്യാമറ കണ്ടപ്പോൾ അവർ എണീറ്റ് ഓടുകയാണ്. സത്യത്തിൽ ഞാൻ ആ കാഴ്ച കണ്ട് നിന്നുപോയി. അതുപോലെ നമ്മൾ വടക്കൻ പാട്ടിൻ്റെ പിതാവെന്നൊക്കെ പറയുന്ന ശാരംഗപാണിയെ ഞാൻ ആലപ്പുഴ ഷൂട്ടിങ്ങിന് പോയി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച വലിയ ഒരു ആറിന് നടുവിൽ ഒരു കുടിലാണ്. കുടിലെന്ന് പറഞ്ഞാൽ മുകളിൽ ഒരു പനമ്പ് കെട്ടിയ വീട്, 4 ചുറ്റും മതിലില്ല. ഞാൻ അതിനകത്ത് ഞങ്ങൾ 2 ക്യാമറയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ടോട്ട് കയറുമ്പം വെള്ളം മുട്ടുവരെ മേളിലോട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരു കട്ടിന് മേളിൽ ഒരു കസേര മുകളിൽ
ഒരു കരിമ്പടം പൊതിച്ചൊരാളിരിക്കുന്നു. അപ്പോൾ ഒരു സംശയം വന്നു എനിക്ക്, ഇത് ശാരംഗപാണി സാറിൻ്റെ വീടാണോ എന്ന്. അപ്പോൾ അകത്തുനിന്ന് ഒരു സ്ത്രീ വന്നു, ഞാൻ ചോദിച്ചു, അവൻ പറഞ്ഞു അത് അദ്ദേഹമാണെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ ഈ സെൻട്രൽ തിയേറ്ററിൽ ഇടിച്ചു കയറി സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരാൾ ഇത്ര അവസാന കാലം ഇങ്ങനെ ആയിപ്പോയോ എന്ന് വിചാരിച്ച് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 300 പേരുടെയും ജീവിതം ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് എന്തുമാത്രം സന്തോഷവും ആനന്ദവും പിന്നെ ആഹ്ലാദവും ഒക്കെ തന്നു. പക്ഷേ അവരുടെ ജീവിതം ഈ വിധത്തിലായിപ്പോയല്ലോ എന്നുള്ളത്. പക്ഷേ പുതിയ തലമുറ ഒരിക്കലും അങ്ങനെ ആകില്ല. ഇന്നത്തെ തലമുറ വളരെ മിടുക്കന്മാരാണ്, അവർ നല്ല ക്ലവറാണ്. അവർ യാതൊരുവിധ മറ്റേ നമ്മൾ ഇപ്പോൾ പഴയ താരങ്ങളോട് എനിക്കറിയാം, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ സിനിമയിൽ പ്രതിഫലം വാങ്ങിക്കാൻ കാത്തു നിൽക്കുമ്പോൾ പുള്ളിയുടെ നാട്ടിൽ നിന്ന് 2 പേര് കാത്തു നിൽക്കും. അങ്ങനെ ആ കാശിൻ്റെ കവർ അങ്ങനെ ഒടുവിൽ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് ദിവസം പ്രാവശ്യം അങ്ങനോട് പറഞ്ഞിട്ടുണ്ട്, ചെയ്യരുത് ചേട്ടാ. അങ്ങനെയുള്ളവരായിരുന്നു പഴയ ആൾക്കാർ. കാരണം അവർ മനുഷ്യരായിരുന്നു, സ്നേഹമുള്ളവരായിരുന്നു. സഹജീവികളോടും കഷ്ടപ്പെടുന്നവരും എല്ലാവരോടും അവർക്ക് സ്നേഹമുണ്ടായിരുന്നു. പുതിയ തലമുറ, ഞാനിപ്പോൾ ഏറ്റവും പുതിയ തലമുറയോടൊപ്പവും പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ചായ പോലും ആരും വാങ്ങിത്തരില്ല, അവർ ചോദിക്കുക പോലും ചെയ്യില്ല. അത്രയ്ക്ക് അവർ മിടുക്കന്മാരാണ്, മിടുക്കന്മാരും മിടുക്കികളാണ്. അപ്പം അങ്ങനെയുള്ള 10 പേരുടെ കാണാപ്പുറങ്ങളാണ് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയത്. എൻ്റെ വേറൊരു പുസ്തകമുണ്ട്, സിനിമയിലെ അരണ്ട ജീവിതങ്ങൾ. അതും ഇതുപോലെ കുറച്ച് പേരുടെയാണ്. അപ്പോൾ എനിക്ക് ഈ പുസ്തകം ഇവിടെ അംഗീകരിക്കപ്പെടുകയും അതിനൊരു അവാർഡ് തരികയും എൻ്റെ ഗുരുനാഥനായ ഓണക്കുർ സാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അത് വാങ്ങാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് 2 മിനിറ്റാണ് രാമേന്ദ്രൻ തന്നിട്ടുള്ളത്. 35 വർഷത്തെ രാമേന്ദ്രൻ ഞാനും ഒരുപാട് സിനിമകളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോവൻ ശാസ്ത്രമംഗലം, ഞങ്ങളെല്ലാം സിനിമ ചെയ്തവരോടൊപ്പം ഞാനും സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ രാമേന്ദ്രൻ എന്നെ ഈ വേദിയിലേക്ക് എൻ്റെ ഒരു പുസ്തകം അംഗീകരിക്കപ്പെടുന്ന രീതിയിലേക്ക് എന്നെ കൊണ്ടുവന്നതിൽ വളരെ വളരെ സന്തോഷം. ഈ വേദി തന്ന എല്ലാവരോടും, വയലാർ രാമവർമ്മ വേദിയുടെ എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഈ ചടങ്ങിൻ്റെ സമാപനമായ നന്ദിയും ആശംസയും അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ അംഗം ശ്രീമതി ഷീല എബ്രാഹിം. വയലാർ സാംസ്കാരിക വേദിയുടെ ഈ 7ാം ദിവസത്തെ പരിപാടി, നമ്മൾ വയലാറിനെ പറ്റി എല്ലാവരും 7 ദിവസം സംസാരിച്ച് നമുക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. നമ്മളെല്ലാ വർഷവും കേൾക്കുന്നു. വീണ്ടും നമുക്കിങ്ങനെ സ്മരണ പുതുക്കി ഒരു കാലഘട്ടത്തിൻ്റെ വികാരം പുതുതലമുറയിലേക്കും നമ്മളിലേക്കും എല്ലാം എത്തിക്കുവാൻ ആ ഒരു അത്ര ശക്തമായ ഗാനങ്ങൾ നമുക്ക് തന്ന് നമ്മളിൽ നിന്നും വേർപെട്ടു പോയ വയലാർ രാമവർമ്മയുടെ എല്ലാ നല്ല ഓർമ്മകൾക്ക് മുമ്പിലും എൻ്റെ വിനീതമായ സ്മരണാഞ്ജലി അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഇന്നലെ ഇവിടെ ഈ പരിപാടി നടന്നപ്പോഴേ അതൊരൊറ്റ വാക്ക് പറഞ്ഞു. സുദീപ് പാടിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കുട്ടികളുടെ ആരവം കേട്ടപ്പോൾ സുദീപ് ഒരു വാക്ക് പറഞ്ഞു, നമുക്കിങ്ങനൊരു സംഗീതത്തിൻ്റെ പാരമ്പര്യം ഉണ്ടായിരുന്നു, പൈതൃകം ഉണ്ടായിരുന്നു, ഇങ്ങനെ വലിയ വലിയ പാട്ടുകൾ നമുക്കുണ്ടായിരുന്നു. അത് നമുക്കറിയാം, നമ്മുടെ TV ഷോകളിലെല്ലാം കുട്ടികൾ പഴയ പാട്ടുകൾ തന്നെയാണ് 80% ആൾക്കാരും എടുത്ത് പാടുന്നത്. അങ്ങനെ ഒരു പുതിയ ആ ഒരു പാരമ്പര്യവും ആ സംഗീതവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനൊരു വലിയ സമ്മാനം തന്ന് കടന്നുപോയ ഒരു കവിയാണ് വയലാർ രാമവർമ്മ. അതിനുവേണ്ടി നമ്മൾ ഈ എല്ലാ വർഷവും ഒത്തുകൂടുമ്പോൾ വീണ്ടും വീണ്ടും സ്മരണ പുതുക്കുന്നു, ഗാനങ്ങൾ നമ്മളിലേക്ക് വീണ്ടും എത്തിപ്പെടുന്നു. ഞാൻ അധികം സംസാരിക്കുന്നില്ല. അതേപോലെ ഇന്നിവിടെ കടന്നു വന്ന എല്ലാവർക്കും, ജോർജ് ഓണക്കൂർ സാർ ഉൾപ്പെടെ അവാർഡ് ഏറ്റുവാങ്ങിയവർക്കും, വേണുചേട്ടൻ, പ്രസീത, എല്ലാവർക്കും, ഡാൻസ് അവതരിപ്പിക്കുന്ന നൃത്തവിദ്യാലയം എല്ലാവർക്കും, കടന്നു വന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ, ശ്രീകണ്ഠൻ സാർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.